ലിബി സജീന്ദ്രൻ ഹൈക്കോടതി പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സിക്യൂട്ടബിൾ ഓർഡർ വന്നിട്ടില്ല എന്ന് ജസ്റ്റിസ് കമാൽ പാഷ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ നിർബന്ധിതനാകേണ്ടി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ പൊസിഷൻ ലിബി സജീന്ദ്രൻ ഈ വിഷയത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഈ ഹൈക്കോടതി ഉത്തരവ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കൃത്യമായി ഇവരെ ഇവിടുന്ന് പുനരധിവസിപ്പിക്കാൻ സർക്കാരിനോട് കർശനമായി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. ഇതിന് ഇടയിൽ പല തവണ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി നിയമ പോരാട്ടം അയ്യങ്കുഴിക്കാർ നടത്തുകയാണ്. അതിനിടയിൽ പലതവണ സർക്കാരിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഹൈക്കോടതിയിലേക്ക് ചീഫ് സെക്രട്ടറി 3 തവണയും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ജയിലിലടയ്ക്കും എന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കോടതി നടത്തിയപ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസ് എത്തിയത്. നേരിട്ട് അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞ കാര്യം ഇതാണ്: ഇവരെ ഏറ്റവും പെട്ടെന്ന് പുനരധിവസിപ്പിച്ച് വളരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതിനു മുമ്പ് തന്നെ നേരത്തെ 2 കമ്പനികളോടും ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി വെച്ചപ്പോൾ 2 കമ്പനികളും ഇത്തരത്തിൽ ഇവർക്ക് പുനരധിവാസം നടത്താൻ പാകത്തിലുള്ള ലാഭം അവർക്കില്ല എന്നുള്ള അറിയിപ്പാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഒരു സ്ഥിതി 2 കമ്പനികൾക്കും ഇല്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് സർക്കാരിനോട് ഇത് ഏറ്റെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് ക്ലാരിറ്റി കുറവ് ഡോക്ടർ അരുൺ? സർക്കാരിനോട് ഈ നിർദ്ദേശം വച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ഇത്ര നാളും ഇത് മുടന്തി നീങ്ങുന്നതല്ലാതെ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല. ഹരിത ട്രിബ്യൂണലിന്റെ വിധി ഇവർക്ക് അനുകൂലമാണ്. കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് റിപ്പോർട്ടാണ് ഇവർക്ക് അനുകൂലമായി വേണ്ടത്? സ്വാഭാവികമായും ജില്ലാ കളക്ടർ ഇവിടെ അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയാണല്ലോ ജില്ലാ കളക്ടർ. സ്വാഭാവികമായും ഇവിടെ ഈ കളക്ടർ മെല്ലെ പോക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഹൈക്കോടതി 3ാമത്തെ തവണ ചീഫ് ജസ്റ്റിസിനോട് ഹാജരാകാൻ പറഞ്ഞപ്പോഴും നിരാകരിച്ചതിനെ തുടർന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിലിലടയ്ക്കുമെന്നുള്ള മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. അതേ തുടർന്ന് മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് ഈ പാവം മനുഷ്യരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളൊന്ന് നേരിട്ട് കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായത് പോലും. അതിനുശേഷവും ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശം, ഇവരെ ഈ 45 കുടുംബങ്ങളെയും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ക്ലാരിറ്റി കുറവ് എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഈ ഇവർ നിരാലംബരായ മനുഷ്യരാണ്. ഇവർക്ക് വലിയ സ്വാധീനങ്ങളില്ല. ഇവർ സാധാരണക്കാരായ മനുഷ്യരാണ്. 35 വർഷമായി ഗ്യാസ് ചേംബറിൽ അടയ്ക്കപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ലിബി.